ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. ഞാനിവിടെ കുറച്ച് ഫേസ് മാസ്കിന് വേണ്ടിയിട്ടുള്ള സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ആസ് യു നോ, ഞാൻ കുറച്ചായി വീഡിയോ ഇട്ടിട്ട്, അതേപോലെ തന്നെ ഇങ്ങനെ ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ കുറേ ആയി ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം ചെയ്ത് നോക്കാം. അതും എൻ്റെ കയ്യിൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടി തട്ടിക്കൂട്ടിയിട്ട് സാധനം ചെയ്തിട്ട് ഡീടാനിങ് ആവോ, പിഗ്മെൻറ്റേഷൻ കുറയോ എന്നൊക്കെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെയാണ് വിചാരിച്ചത് നമുക്ക് യൂട്യൂബ് വീഡിയോയിലും കൂടി അപ്ലോഡ് ചെയ്യാം. അത് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആയിരിക്കും, ഇല്ലെങ്കിൽ പോയി. ഓക്കെ, അപ്പോൾ ഇതിന് എടുത്തിരിക്കുന്നത് ഓട്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പിൻ്റെ പൊടി, ഓട്സ്, പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുണ്ട്, ഇവി ഉണ്ടത് ഒരു ക്യാപ്സ്യൂൾ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതിനൊന്നും അളവില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്കല്ല ഓരോ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ എന്നുള്ള കണക്കിൽ ഇതെടുക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഇതൊന്ന് സക്സസ് ആവുമോ നോക്കട്ടെ, എന്താണെന്നറിയത്തില്ല. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിങ്ങനെ എടുത്തതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ ഇങ്ങനെ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇതൊന്ന് മിക്സ് ആവുന്ന വിധത്തിൽ, കുറച്ച് പേസ്റ്റ് ആവുന്ന വിധത്തിൽ മാത്രം വെള്ളം ചേർക്കുക. ഓട്സ് ആയതുകൊണ്ട് കുറച്ച് അതൊന്ന് പൊതിരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുക. അപ്പോൾ അതിനുള്ള സമയം നിങ്ങൾ ആ ഓട്സിന് കൊടുക്കണം കേട്ടോ, ചെയ്യുന്നവരുണ്ടെങ്കിൽ, സക്സസ് ആയിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ. അപ്പം ഇതാ ഫുള്ളൊന്ന് മിക്സ് ചെയ്യാണ്. ഇത് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പൊതിരും. അപ്പോൾ പൊതിരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. സോ ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇത് കണ്ടോ, നമുക്ക് ഫേസിൽ ഇടാൻ പറ്റിയ വിധത്തിൽ പേസ്റ്റായിട്ട് കുറച്ചേ ഉള്ളൂ. ഇത് പൊതിർന്നിട്ടൊന്നുമില്ല, ഓട്സ് അധികം പൊതിർന്നിട്ടില്ല. പിന്നെ ഇത് മതി. അപ്പം ഇതിന് അപ്ലൈ ആണ് നോക്കാം. ഇതിൽ ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പാല്, അതേപോലെ തന്നെ ലെമൺ, അങ്ങനെ കുറച്ച് നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന. അപ്പം അത് നോക്കിയിട്ട് ആ സാധനങ്ങളില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ള സാധനം വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് നോക്കാമല്ലോ ഇത് സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെവിയും കഴുത്തും മാത്രം ഒഴിച്ചു വിടണ്ട, അവരെയും കൂടി നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത് ഗോതമ്പായതുകൊണ്ടേ ഭയങ്കര മുഖത്ത് ഒട്ടലും പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്, വലിഞ്ഞു ഇരിക്കുകയാണ്. ഇതിനെ നമുക്ക് അധികം ഒന്നും ഡ്രൈ ആക്കാൻ കാത്തിക്കണ്ട കേട്ടോ, ഞാൻ കാത്തിക്കുന്നില്ല. ഓക്കെ, കാത്തിക്കാതെ കുറച്ചൊന്ന് ഡ്രൈ ആവുന്നത് കാണുമ്പോൾ ഞാൻ പോയി ഫേസ് കഴുകും. ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട് എന്ന്. ഓക്കെ, ഇത്ര മതി. ബാക്കി നാളത്തേക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് വെക്കട്ടോ. അപ്പം ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യട്ടെ. അപ്പം ഇത് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്കത് മനസ്സിലാവും. നമ്മളെ ഫേസിൽ ഭയങ്കരമായിട്ട് വലിഞ്ഞു പിടിക്കുന്നതായിട്ട് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നല്ലോണം മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇതാ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അത്ര വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫേസ് കുറച്ചൊന്ന് ക്ലീൻ ആയ പോലെ തോന്നത്തില്ല. എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. കാര്യമായിട്ടുള്ള ഡീടാനിങ്ങോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ കുറക്കണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന പോലെ. ഫേസിലെ ഡേർട്ടൊക്കെ കുറച്ച് നേരം വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കളയുമ്പോൾ ഉണ്ടാവുന്ന ഡേർട്ടൊക്കെ മാറിയിട്ട് ഒരു ക്ലീൻ ആയിട്ട് വരത്തില്ല, അതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പം
ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് കുഴപ്പമായിട്ടില്ല, സക്സസ്സും ആയിട്ടില്ല, ഫെയിലും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അത് നോർമൽ സ്കിന്നായിട്ട് തന്നെ ഉണ്ട്, വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. ഇനി മാസ്ക് ഇട്ടതല്ലേ, അപ്പം നമുക്ക് ഒരു മോയ്സ്ചറൈസറാണ് ശരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാസ്ലിൻ്റെ ഒരു ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറം ബേസ്റ്റ് യോഗി ലോഷൻ ആണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഒരു എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം. എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ. ആൻഡ് ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.